പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. प्रेज़ लॉर्ड. फिर से जल्द आने वाले प्रभु यीशु मसीह के नाम से सबको नमस्कार. വീണ്ടും തിരുവചനവുമായി ദൈവത്തിലായിരിക്കാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. फिर से एक बार परमेश्वर को वचन के साथ खड़े रहने के लिए परमेश्वर सहायता की उसको धन्यवाद देता हूँ. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഭാഗത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യം കൂടെ ഇന്ന് വൽക്കാലം ചിന്തിപ്പാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. पिछले हफ्ते जो बातों के बारे में मनन किया उसी को आगे बढ़ाना मैं चाहता हूँ. അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. उससे संबंध में अपन आज एक वचन पढ़ेंगे. 1 തെസ്സലോനി 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. पहला തെസ്സലോനിക്യ किताब 5वां अध्याय उसका 10वां ऐसे नीचे की. നമ്മെ കോപത്തിനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. यहाँ पर लिखा है क्योंकि परमेश्वर ने हमें क्रोध के लिए नहीं परंतु इसलिए ठहराया कि हम अपने प्रभु यीशु मसीह के द्वारा उद्धार प्राप्त करें. वो हमारे लिए इस कारण मरा कि हम चाहे जागते हो चाहे सोते हो सब मिलकर उसी के साथ जिए. ദൈവം നമ്മെ നിയമിച്ചതിൻ്റെ അല്ലെങ്കിൽ തിരഞ്ഞെടുത്തതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ കാണുവാൻ ഈ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. इस वाक्य में इस प्रकार परमेश्वर बताते हैं कि हमें परमेश्वर ने क्यों चुना है. ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന് പല ഉദ്ദേശങ്ങളുണ്ട്. परमेश्वर ने हमें चुना उसके पीछे कई कारण है. അതിൽ ഒരു കാര്യമാണ് ഇവിടെ ചില കാരണങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. उसमें से कुछ कारणों के बारे में इस आयत में बताया गया है. ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന നാം വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാനാണ് ഈ ഭൂമിയിൽ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. उसमें से कारण है कि प्रभु यीशु मसीह जो हमें चुना है एक विशुद्ध प्रभु परमेश्वर की स्तुति करने के लिए. 1 പത്രോസ് 1:9, पहला पत्रस पहले अध्याय का 9वां आयत, വെളിപ്പാട് 1:6, प्रकाशित वाक्य पहला अध्याय 6वां आयत എന്നീ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ इन वाक्यों को जब हम मनन करते हैं ദൈവം നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. परमेश्वर ने हमें पुरोहित या राजा के रूप में चुना है. 1 പത്രോസ് 2:5 നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. पहला पत्रोस दूसरा अध्याय से 5वां आयत में इस प्रकार लिखा है. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കേണ്ടതിന് परमेश्वर को जो प्रसन्न कर सकता है वो आत्मिक रूप से बढ़ने के लिए വിശുദ്ധ പുരോഹിതന്മാരായിട്ട് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. एक शुद्ध पुरोहित के रूप में परमेश्वर ने हमें चुना है. അപ്പോൾ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവവചന പ്രകാരം നമ്മൾ പുരോഹിതന്മാരാണ്. इसका मतलब है कि जब परमेश्वर वचन के अनुसार जब तक हम भूमि पर हैं हम परमेश्वर के पुरोहित हैं. പുരോഹിതന്റെ ജോലി എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കുക എന്നുള്ളതാണ് പുരോഹിതന്റെ ജോലി എന്ന് പറയുന്നത്. पुरोहित याजक का काम है कि परमेश्वर के सामने याग चढ़ाना. പഴയ നിയമത്തിലെ പുരോഹിതന്മാർ മൃഗങ്ങളെ അറുത്താണ് യാഗം അർപ്പിച്ചു. पुराने जमाने के याजक लोग बलि देकर परमेश्वर की आराधना करते थे. എന്നാൽ പുതിയ നിയമത്തിന്റെ ആ യാഗത്തിന് യേശു ക്രിസ്തുവിൽ കൂടെ മാറ്റം വന്നിരിക്കുകയാണ്. लेकिन जो नए नियम है उसके अंदर प्रभु यीशु मसीह के द्वारा उसमें एक बदलाव आ गया. അല്ലെങ്കിൽ മൃഗബലി യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ പൂർണ്ണമായിരിക്കുകയാണ്. इसका मतलब है कि प्रभु यीशु मसीह के द्वारा जो मृग के बलि देते हैं वो पूरा हो चुका है. അതുകൊണ്ട് പുതിയ നിയമത്തിൽ മൃഗങ്ങൾ അറുത്തുള്ള യാഗങ്ങൾ ഇപ്പോഴില്ല. इसलिए नए नियम में जो जानवर की बलि चढ़ाए जाते थे वो नहीं है. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ആത്മീയമായിരിക്കുന്ന യാഗങ്ങളാണ് പുരോഹിതന്മാരായിരിക്കുന്ന നമ്മൾ കഴിക്കേണ്ടത്. हम जो पुरोहित है हमें जो बलि देना है वो हमें आत्मिक रूप से बलि देना है. പുതിയ നിയമ വചനപ്രകാരം ഓരോ വിശ്വാസികളും പുരോഹിതന്മാരാണ്. पर जो नए नियम है उसके अनुसार जो एक विश्वासी वो भी याजक है. സിറഫ് പാസ്റ്റർമാർ മാത്രമല്ല വചനപ്രകാരം എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണെന്നാണ് ദൈവവചനം പറയുന്നത്. नए नियम में परमेश्वर वचन कहता है सिर्फ पास्टर ही नहीं बल्कि परमेश्वर के एक लोग याजक है. 1 പത്രോസ് 1:9 നമുക്ക് വ്യക്തമായിട്ട് അത് കാണുവാൻ കഴിയും. पहला पत्रस पहला अध्याय 9वां आयत में व्यक्तिगत रूप से उसमें लिखा हुआ है. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് तुम लोग अंधकार से എല്ലാവരും ദൈവമക്കളെ മൊത്തം കൂടെ ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. वहाँ पर जितने भी परमेश्वर को उन सबके बारे में बताया गया. അവിടാണ് ദൈവമക്കളാകുന്ന എല്ലാവരും പുരോഹിതന്മാരാണ്. वहाँ पर लिखा है कि जितने भी परमेश्वर के लोग हैं सभी याजक या पुरोहित है. അപ്പോൾ പഴയ നിയമപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ हम लोग पुराने नियम के अनुसार चिंता करते हैं. യാഗം കഴിക്കുവാൻ യാഗപീഠം ഉണ്ടായിരിക്കണം, യാഗവസ്തു ഉണ്ടായിരിക്കണം. बलिदान देने के लिए बलि की वस्तु होना चाहिए, बलि देने का स्थान होना चाहिए. യാഗപീഠമില്ലാതെ യാഗം കഴിക്കാൻ പറ്റത്തില്ല. बलि के स्थान के बिना हम बलि नहीं दे सकते. യാഗമൃഗങ്ങളില്ലാതെ യാഗം കഴിക്കാൻ പറ്റത്തില്ല. बलि देने के लिए जानवरों के बिना हम बलि नहीं दे सकते. അപ്പോൾ പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ എവിടാണ് നമ്മൾ യാഗമർപ്പിക്കേണ്ടത്? हम पुराने नए नियम की ओर आए तो हमें कहाँ पर बलि देना है? ഏത് യാഗപീഠത്തിലാണ് നമ്മൾ യാഗമർപ്പിക്കേണ്ടത്? किस बलि के स्थान पर हमें बलि देना है? അത് എബ്രായ ലേഖനം 13-ാം അധ്യായം പഠിക്കും
വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, इब्रानियों की किताब 13वां अध्याय पढ़े तो हम वहाँ देखते हैं അവിടെ നമുക്കൊരു യാഗപീഠത്തെ കുറിച്ച് വചനം പറയുന്നു. वहाँ पर हमें बलि चढ़ाने के लिए स्थान के बारे में वचन അല്ലെങ്കിൽ ഒരു बताता है। യാഗപീഠത്തെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുന്നു. एक बलि देने के संबंध में पौलुस बताता ഈ है യാഗപീഠം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ്. ये जो बलि देने का स्थान है वो हमारा प्रभु यीशु मसीह को चिन्हित അപ്പോൾ करता है। യേശു ക്രിസ്തുവാകുന്ന യാഗപീഠത്തിന്റെ മേലാണ് നമ്മൾ യാഗം കഴിക്കേണ്ടത്. हमें प्रभु यीशु मसीह के समान जो बलि देने का स्थान है वहाँ पर हमें അപ്പോൾ बलि നമ്മുടെ देना है। യാഗപീഠം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. मतलब बलि देने का जो स्थान है वो हमारा प्रभु यीशु मसीह। എന്താണ് നമ്മൾ യാഗമർപ്പിക്കേണ്ടത്? हमें किस चीज की बलि देना है? പുതിയ നിയമത്തിൽ പുതിയ നിയമ വിശ്വാസികൾ അർപ്പിക്കേണ്ട പലവിധ ആത്മീയ യാഗങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. कई प्रकार की आत्मिक बातों के बारे में नए नियम में बताया गया कि जिसकी में बलि देना है। ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. एक दो बातों के बारे में बताना चाहता हूँ। ഒന്നാമത് പുതിയ നിയമ വിശ്വാസികൾ അർപ്പിക്കേണ്ട ഒരു യാഗമാണ് സ്തോത്രം എന്ന് പറയുന്ന യാഗം. एक तो परमेश्वर को जो लोगों को धन्यवाद देना है वो परमेश्वर को हमेशा धन्यवाद അത് का बलि देना എബ്രായർ है। ലേഖനം 13-ാം അധ്യായത്തിൽ തന്നെ നമുക്കത് കാണുവാൻ കഴിയും. इब्रानियों किताब 13वें अध्याय में वहाँ पढ़ सकते हैं। സ്തോത്രം എന്ന യാഗം ഇടപെടാതെ അർപ്പിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. परमेश्वर का वचन हमें सिखाता है कि धन्यवाद रूपी बलिदान हमें बिना छूटे हमेशा देते रहना है। പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരേപോലെ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണ് സ്തോത്രയാഗം എന്ന് പറയുന്നത്. नए नियम और पुराने नियम में परमेश्वर को जो एकदम प्रसन्न करने वाला एक बलिदान है धन्यवाद का बलिदान। ആ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. भजन संगीता लिखने वाला कहता है कि जो धन्यवाद का बलिदान देता है वो प्रभु परमेश्वर को प्रसन्न करता है। അത് ദൈവത്തിന് കാളയേക്കാളോ മൂരിയേക്കാളോ നമ്മൾ അർപ്പിക്കുന്ന യാഗത്തേക്കാൾ പ്രസാദമാണ് സ്തോത്രയാഗം എന്ന് പറയുന്നത്. जो परमेश्वर को धन्यवाद का बलिदान है वो बाकी जो जानवर का बलिदान देते हैं उससे सबसे श्रेष्ठ बलिदान है। അപ്പോൾ സ്തോത്രം എന്ന് പറയുന്ന യാഗം നമ്മൾ ഇടവിടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കണം. जो परमेश्वर को धन्यवाद रूपी बलिदान है वो हमें हमेशा देना है। ആ യാഗം എന്ന് പറയുന്നത് സത്യത്തിൽ അത് ആരാധനയാണ്. जो बलिदान है वो बताया जाए तो एक्चुअल एक आराधना है। അപ്പോൾ നമ്മൾ യാഗം അർപ്പിക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം നമ്മൾ ദൈവത്തെ ആരാധിക്കണം. इसका मतलब जो हमें बलिदान देना है उसका मतलब है कि हमें परमेश्वर की आराधना करना ആ है। ദൈവത്തെ ആരാധിക്കുവാനാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. परमेश्वर ने जो हमें भूमि पर चुना है परमेश्वर की आराधना करने के लिए चुना है। ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണ് സ്തോത്രയാഗം എന്ന് പറയുന്നത്. इसका मतलब है कि जो धन्यवाद का बलिदान है वो हमेशा प्रभु को प्रसन्न करने वाला അത് बलिदान है। ചെലവ് കൂടാതെ എല്ലാ വിശ്വാസികൾക്കും അർപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാണ് സ്തോത്രയാഗം എന്ന് പറയുന്നത്. एक जो परमेश्वर का जो बलिदान जो धन्यवाद रूप बलिदान है वो हमेशा परमेश्वर लोगों को चढ़ाने वाला बलिदान है। പഴയ നിയമപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ पुराने नियम के हिसाब से हम देखें तो വെറും കൈയോടെ ദൈവസ്ഥനിൽ വരുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനാണ്. खाली हाथ जो परमेश्वर के सम्मुख आते हैं वो शापित है। പഴയ നിയമത്തിൽ ആലയത്തിലേക്ക് ഒരു ഭക്തൻ കടന്നു വരുമ്പോൾ पुराने नियम में यदि वहाँ लिखा हुआ यदि परमेश्वर के मंदिर में कोई भक्त लोग आता है ദൈവത്തിന് അർപ്പിക്കുവാൻ കൊടുക്കുവാൻ അവന്റെ കയ്യിൽ യാഗവസ്തുക്കൾ ഉണ്ടായിരിക്കും. प्रभु परमेश्वर को देने के लिए एक जो बलिदान देने वाला वस्तु उसके हाथ में ആ होनी चाहिए। യാഗവസ്തു പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് യാഗം അർപ്പിച്ചാണ് അവൻ അനുഗ്രഹം പ്രാപിക്കുന്നത്. जो बलिदान देने वाली वस्तु है वो याजक के हाथ में देकर ही वो धन्यवाद रूप बलिदान देता है तब उसको परमेश्वर से आशीष प्राप्त होता അപ്പോൾ പുതിയ നിയമപ്രകാരം നമ്മൾ ആത്മീയമായി ചിന്തിക്കുമ്പോൾ है। नए नियम में जब आत्मिक रूप से चिंतन करते हैं നമ്മൾ വെറും കൈയോടെ ദൈവസ്ഥനിൽ വരാൻ പാടില്ല. खाली हाथ हमें प्रभु यीशु मसीह के सम्मुख പുതിയ നിയമം जाना नहीं പറയുന്നു चाहिए। ദൈവസ്ഥനി സ്തോത്രത്തോട് സ്തുതികളോടും കൂടെ വേണം നമ്മൾ കടന്നു വരുവാൻ. नए नियम बताता है कि हमें प्रभु के सामने धन्यवाद रूपी बलिदान के साथ जाना है। അപ്പോൾ ദൈവത്തിന് അർപ്പിക്കുവാൻ സ്തുതി സ്തോത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. इसलिए प्रभु यीशु मसीह को चढ़ाने के लिए स्तुति और धन्यवाद हमारे जीवन में हमेशा होना चाहिए। ഒരു കാളയുടെ ഈ കാലഘട്ടത്തിലെ വില നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു യാഗമൃഗത്തിന്റെ വില നമുക്കറിയാം. जो पुराने नियम में जो बलिदान देते थे जो मृग उसकी जो कीमत है हमें पता है। എന്നാൽ പുതിയ നിയമത്തിൽ യാതൊരു വിലയുമില്ലെന്ന് നമുക്ക് തോന്നുന്ന സ്തോത്രം, लेकिन जो नए नियम में जो जिसकी कोई कीमत नहीं है ऐसा धन्यवाद അല്ലെങ്കിൽ വില കൂടാതെ നമ്മൾ അർപ്പിക്കുന്ന സ്തോത്രം എന്ന് പറയുന്നത് या फिर बिना कोई कीमत के जो धन्यवाद रूप ഒരു बलिदान चढ़ाते हैं കാളയെ അർപ്പിക്കുന്നതിനേക്കാൾ വിലയുള്ളതും ദൈവത്തിന് പ്രസാദമായിട്ടുള്ളതാണ്. एक बेल को चढ़ाने से ज्यादा कीमती है। അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ സ്തുതി സ്തോത്രങ്ങളാകുന്ന ആരാധന ദൈവത്തിന് അർപ്പിക്കണം. इसलिए प्रभु यीशु मसीह को प्रसन्न करना तो स्तुति और धन्यवाद रूपी बलिदान हमें चढ़ाना है। ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവം അവനോട് കൂടെ ഉണ്ടായിരിക്കും. परमेश्वर की आराधना करने वाले भक्त के जीवन में प्रभु हमेशा उसके साथ रहता है। സ്തോത്രം എന്ന് പറയുന്നത് കേവലം ദൈവത്തിന് നമ്മൾ ആരാധന കൊടുക്കുമ്പോൾ തന്നെ जब धन्यवाद रूपी बलिदान प्रभु यीशु मसीह को हम देते हैं तभी അത് നമ്മുടെ ജീവിതത്തിലും വലിയ വിടുതലും അനുഗ്രഹങ്ങളുമാണ്. वो हमारे जीवन में भी एक छुटकारे का कारण होता है। അതുകൊണ്ട് സ്തോത്ര
യാഗം നാം ഇടവിടാതെ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരിക്കണം. इसलिए स्तुति और धन्यवाद बिना छूटे हर समय प्रभु यीशु मसीह को ഒരു हमें देना ദൈവ है। പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും അവന്റെ ഹൃദയത്തിന്റെ അകത്ത് സ്തോത്രങ്ങളും സ്തുതികളും നിറഞ്ഞു നിൽക്കണം. एक परमेश्वर के भक्त के जीवन में हमेशा स्तुति और धन्यवाद भरा होना चाहिए। അത് ദൈവത്തിന് എപ്പോഴും നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കണം. वो हमेशा हमें प्रभु यीशु मसीह के सम्मुख അത് चढ़ाना है। ആരാധനയാണ്. वो एक आराधना है। ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ जब आत्मा में भरकर हम प्रभु की आराधना करते हैं, അന്ധകാരത്തിന്റെ ശക്തികൾ തകരപ്പെടുവാനിടയായി തീരും. अंधकार की जो शक्ति है वो खत्म हो जाता है। നമ്മളെ ആത്മാവിൽ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങൾ അഴിയുവാനിടയായി തീരും. हमारी आत्मा को जिस बंधन में बांधा है वो सब खुल जाता है। പൗലോസും സീലാഗ്രസും അർദ്ധരാത്രിയിൽ കാരാഗൃഹത്തിൽ ആരാധിച്ചപ്പോൾ जब पौलुस और शिलास ने आधी रात को प्रभु की आराधना किया, നമുക്ക് അവരുടെ ചങ്ങല പൊട്ടി അവരുടെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറുവാനിടയായി തീർന്നു. वहाँ पर हम देखते हैं कि उनके जंजीरों को छूटकर उनके सभी बंधनों को खुल जाते हैं। അപ്പോൾ ദൈവവൈതൽ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ जब प्रभु का भक्त पूरे हृदय से प्रभु की आराधना करता എല്ലാ है, അന്ധകാര ശക്തികൾ നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയും. हर प्रकार की अंधकार शक्तियों से हम छुटकारा प्राप्त कर सकते അന്ധകാര ശക്തികളെ കൊണ്ട് നിറഞ്ഞൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. हैं। अंधकार शक्तियों से भरे हुए एक दुनिया में हम रहते हैं। ദൈവവചനം പറയുന്ന ഈ അന്ധകാര ശക്തിയോട് നമുക്ക് പോരാട്ടമുണ്ട്. वचन कहता है कि अंधकार शक्ति से एक हमेशा में से एक मल्ल युद्ध है। അവനോട് നമ്മൾ യുദ്ധം ചെയ്യണം. മല്ലയുദ്ധം തന്നെ തന്നെയാണ് അതിന്റെ ശരിയെന്ന് പറയുന്നത്. उसका सत्य देखा जाए तो हमारा हमेशा अंधकार से एक मल्ल युद्ध होता है। അപ്പോൾ പിശാച് എന്ന് പറയുന്ന ഒരു ആത്മീയ ജീവിയാണ്, ആത്മാവാണ്. അല്ലെങ്കിൽ उसका मतलब कि पिशाच एक आत्मिक शक्ति है। അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ശരീരത്തിന്റെ ശക്തി കൊണ്ട് ബലം കൊണ്ട് പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ കഴിയുകയില്ല. इसलिए हमारी शारीरिक शक्ति से हम शैतान से युद्ध नहीं कर അപ്പോൾ सकते। ആത്മാവിന്റെ ബലത്തോടുകൂടെ മാത്രമേ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. तब हम आत्मा के बल से ही वो शैतान से हम सामना कर सकते हैं। അതുകൊണ്ട് ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ നമ്മൾ നിറഞ്ഞുകൊള്ളണം. इसलिए जितने विश्वासी है, प्रभु की आत्मा से भरना है। ആ ദൈവമക്കളെ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ കുറിച്ച് ദൈവവചനത്തിൽ പറയുന്നു. हाँ, हमारे लिए जो प्रभु की आत्मा है शक्ति काम करती है उसके बारे में वचन में लिखा हुआ है। എഫേസർ 1:19 നമുക്കത് വ്യക്തമായി കാണുവാൻ കഴിയും. एफिसों किताब पहला अध्याय 19वें आयत में व्यक्तिगत रूप से लिखा हुआ है। എഫേസ്യ 6:10 പൗലോസ് പറയുന്നു, एफिसों किताब 6वां अध्याय ഒടുവിൽ 10वां आयत में കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ നിങ്ങൾ ബലപ്പെടുവീൻ. वहाँ पर लिखा है प्रभु परमेश्वर के जो शक्ति उसमें आप बलवान हो जाओ। എങ്ങനെയാണ് കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ നിറയുന്നത്? प्रभु की आत्मा में हम कैसे भरना है? അല്ലെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിക്കുന്നത്? कैसे हमें प्रभु की ताकत ये शक्ति प्राप्त होती है? നമ്മൾ ചുമ്മാതിരുന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കത്തില്ല. हम शांत या चुपचाप बैठने से प्रभु की आत्मा हमें ആ नहीं പൗലോസിന്റെ സീലാസിന്റെ ആ ജീവിതത്തെ നമ്മൾ ആ കാരാഗ്രഹത്തെ അനുഭവത്തെ ഒന്ന് എടുത്തു നോക്കിയാൽ पौलुस और शिलास की जो जेल में रहते समय जो अवस्था उसके बारे में पढ़े तो അവർ ദൈവത്തെ പാടി ആരാധിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. वहाँ पर लिखा है कि वो लोग वहाँ पर कारागृह में प्रभु यीशु मसीह की അല്ലെങ്കിൽ അവർ आराधना कर रहे हैं, സ്തോത്രങ്ങളാകുന്ന യാഗങ്ങൾ ദൈവത്തെ അവർ സ്തുതിക്കുവാൻ തുടങ്ങി. या फिर वहाँ पर प्रभु यीशु मसीह की आराधना वो कर रहे थे। അവരുടെ കൈകളും കാലുകളും എല്ലാം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. उनके हाथ पैर जो है वो सब बांधे हुए हैं, എന്നാൽ ആത്മാവിൽ അവർ നാവ് കൊണ്ട് അവർ വാ തുറന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. लेकिन आत्मा में भरकर वो अपने जुबान से प्रभु यीशु मसीह की आराधना करने लगे। നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. यहाँ पर हमें एक बात जानना है, ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ जब प्रभु के भक्त लोग प्रभु की आराधना करते हैं, ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരും. प्रभु यीशु मसीह की शक्ति हमारे पर उतर आता है। പാപങ്ങളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് हमारे पापों को प्रभु यीशु मसीह के सम्मुख रखकर നിഷ്കളങ്ക ഹൃദയത്തോടെ ദൈവസ്ഥനിൽ വന്ന് एक निष्कलंक हृदय से प्रभु के सामने आकर ദൈവത്തിന് സ്തുതികളും സ്തോത്രങ്ങളും അർപ്പിക്കുമ്പോൾ प्रभु यीशु मसीह की जो स्तुति और धन्यवाद का जब चढ़ाते हैं, അന്യഭാഷ പറയുന്നത് മാത്രമല്ല ആരാധന. अन्य अन्य भाषा बोलना ही आराधना नहीं है। ചിലർ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. कुछ लोग ऐसा ही सोचते അത് हैं, കൃപ ലഭിച്ചവർ അത് അങ്ങനെ ചെയ്യട്ടെ. जिनको कृपा प्राप्त हो वैसा करें, എന്നാൽ ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ लेकिन प्रभु की आराधना करने का मतलब ഹൃദയത്തിന്റെ ആഴത്തിന് സ്തുതികളും സ്തോത്രങ്ങളും ദൈവത്തിന് അർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. पूरे हृदय से जब प्रभु यीशु मसीह की आराधना स्तुति करते हैं वही आराधना है। അപ്പോൾ നമ്മൾ കൈകൾ അടിച്ചെന്നിരിക്കും, उस समय हो सकता है कि हम तालियां बजाएं, ചിലപ്പോൾ ആത്മാവിൽ നൃത്തം ചെയ്യുന്നിരിക്കും. हो सकता है हम आत्मा से नाचें। ഇതെല്ലാം ആരാധനയുടെ ഒരു ഭാഗങ്ങളാണ്. ये सब आत्मा का एक भाग है। നമുക്ക് ലഭിക്കുന്ന ആത്മശക്തി അനുസരിച്ച് हमें जो आत्मा की शक्ति प्राप्त होती है उसके ദൈവത്തെ ഈ अनुसार ദിവസങ്ങളിൽ നമുക്ക് ആരാധിക്കാം.
प्रभु यीशु मसीह की आराधना हम इन दोनों അപ്പോൾ करें। പൗലോസും സീലാസും ആരാധിച്ചപ്പോൾ जब पौलुस और सिलोस ने प्रभु की आराधना किया, അവരുടെ മേൽ ദൈവശക്തി ഇറങ്ങി വന്നു. प्रभु की आत्मा उनके ऊपर उतर आया। ദൈവശക്തി ഇറങ്ങി വന്നപ്പോൾ जब प्रभु की शक्ति उनके ऊपर उतरा, അവരെ ബന്ധിച്ചിരുന്ന ബന്ധനങ്ങളൊക്കെ തനിയെ അഴിഞ്ഞു മാറിയുവാനിടയായി തീർന്നു. उनको बांधा हुआ जो बंधन था वो सब धीरे धीरे खुलने लगा। ചങ്ങലകളെല്ലാം പൊട്ടി മാറുവാനിടയായി തീർന്നു. जिन बंधन से उनको बांधा गया था वो सब ദൈവ खुलने लगा। പൈതലേ, ഞാനും നിങ്ങളും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുമ്പോൾ प्रभु के लोग, जब आप और मैं प्रभु यीशु मसीह की आराधना करें, അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുമെന്ന് ഇന്ന് വൽക്കാലം നാം മനസ്സിലാക്കുക. जो अंधकार की शक्ति है वो सब खुल जाएगा, वैसे हम सब जान ले। ഈ ശക്തി ഇല്ലാതെ പിശാചിനോട് നമുക്ക് യുദ്ധം ചെയ്യുവാൻ കഴിയത്തില്ല. प्रभु यीशु मसीह के शक्ति बिना शैतान से हम मल्ल युद्ध नहीं कर सकते। യഹോശാഫാത്തും കൂട്ടരും എന്താണ് ചെയ്തത്? यहोशू और उसके साथ वाले क्या कर रहे ആ हैं? തന്നോട് യുദ്ധം ചെയ്യുവാൻ വലിയൊരു ജനസമൂഹം കടന്നു വന്നു. जब उनसे युद्ध करने के लिए एक जन समूह सामने आया, യഹോശാഫാത്ത് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു यहोशापात जो प्रभु के सामने जाकर ആ ദൈവസന്നിധിയിൽ പറയുകയാണ്, प्रभु के सामने कहता है കർത്താവേ, ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ എനിക്ക് ശക്തിയില്ല. कि प्रभु ये सामने जो इतनी बड़ी सेना है, इनके मैं सामना नहीं कर सकता। എന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തുമില്ല. मुझे क्या करना ये भी मुझे नहीं पता। അത് നമുക്ക് 2 ദിനവൃത്താന്തം വായിക്കേണ്ട 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. वो हम दूसरे इतिहास की किताब पढ़ सकते हैं। 20-ാമത്തെ അധ്യായത്തിൽ അത് കാണുവാൻ കഴിയും. दूसरे इतिहास की किताब 20वां अध्याय में वहाँ पढ़ सकते हैं हम। ആ 20-ന്റെ 1 തൊട്ട് ആണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. दूसरे इतिहास की किताब കണ്ടോ? 2 ദിനവൃത്താന്തം 20. 20-ന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. दूसरा इतिहास की किताब 20वां अध्याय उसका पहला आयत से हम नीचे को पढ़ेंगे। അവിടെ കാണുവാൻ കഴിയുന്ന വലിയൊരു കൂട്ടം അമോര്യരെ, മെയ്യൂര്യരെ, ഇങ്ങനെ പലരും യഹോശാഫാത്തിനോട് യുദ്ധത്തിന് വേണ്ടി കടന്നു വന്നു. वहाँ पर लिखा है कि यहोशापात से कई प्रकार के लोग माओबियों, अम्मोनियों और मुनियों नाम से कई लोग लड़ाई के लिए आए। അതിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ उसका 19वां आयत हम पढ़ेंगे। 12 उसका 12वां आयत हम पढ़े तो താൻ ഇപ്രകാരം പറയുന്നു, वो इस प्रकार कहता है, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. वहाँ पर यहोशापात इस प्रकार कहता है कि जो भीड़ हम पर चढ़ाई कर रही है उसके सामने हमारा तो बस नहीं चलता है। എന്ത് ചെയ്യണമെന്ന് അറിയുന്നതുമില്ല. हमें क्या करना है हमें कुछ नहीं सूझता है। എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. लेकिन जो हमारी आंख है वो तेरी ओर लगी है। അവിടെ പല ആത്മീയ ദൂതുകൾ ഉണ്ടെങ്കിലും ഞാൻ അതിലേക്ക് തിരിയുന്നില്ല वहाँ पर कई प्रकार की आत्मिक बातें लिखी है, लेकिन उसके ओर मैं नहीं जाना എന്ന് चाहता। പറഞ്ഞിട്ട് അവൻ എന്താണ് ചെയ്തത്? ये सब बोलने के बाद वो क्या कर रहा है? 20-ന്റെ 1 തൊട്ട് നമ്മൾ താഴോട്ട് പഠിക്കുമ്പോൾ 20 से नीचे 20वां अध्याय उसका एक पहला अध्याय नीचे को ഒന്നേ पढ़ेंगे। അവൻ ദൈവസന്നിധിയിൽ ഉപവസിച്ചു. वहाँ पर लिखा है कि वो प्रभु परमेश्वर के सामने उपवास किया। 2 അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. दूसरा वो प्रभु के सामने प्रार्थना किया। പൗലോസ് പറയുന്നു, നമ്മുടെ പോരിന്റെ ആയുധം ഒരിക്കലും ജഡികമല്ല. നമ്മൾ യുദ്ധം ചെയ്യുന്ന നമ്മുടെ ശരീരത്തെ കൊണ്ടല്ല യുദ്ധം പിശാചിനോട് യുദ്ധം ചെയ്യേണ്ടത്. वहाँ पर लिखा है कि जो हम युद्ध करते हैं वो हम शारीरिक रूप से नहीं बल्कि ഞാൻ പറഞ്ഞു, आत्मिक रूप से करते हैं। പിശാച് എന്ന് പറയുന്നത് ഒരു ആത്മീയജീവിയാണ്. जिस प्रकार मैंने बताया कि जो शैतान है वो एक आत्मिक जीवी है। ആത്മീയ ജീവിയെ നമുക്ക് യുദ്ധം ചെയ്യണം ഈ ശരീരത്തിന്റെ ശക്തി കൊണ്ട് കഴിയത്തില്ല. एक आत्मिक जीवी से युद्ध करना जो शरीर के बस की बात नहीं है। ആത്മീയമാകുന്ന ആയുധങ്ങളെ കൊണ്ട് വേണം പിശാചിനോട് യുദ്ധം ചെയ്യുവാൻ. वो सिर्फ आत्मिक हथियार से ही हम सिर्फ शैतान का सामना അപ്പോൾ कर सकते നമുക്ക് ചില ആത്മീയ ആയുധങ്ങളെ കുറിച്ച് 2 കൊരിന്ത്യർ 10-4 തൊട്ടുള്ള വാക്യങ്ങൾ കാണുവാൻ കഴിയും. हैं। इसलिए जो आत्मिक कुछ हथियारों के बारे में दूसरा कोरिन्थियों 10वां അവിടെ अध्याय नीचे को पढ़ പൗലോസ് सकते हैं। പറയുന്നത്, वहाँ पर प्रेरित पौलुस कहता है ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികമല്ല, അല്ലെങ്കിൽ ഭൗതികമല്ല. हमारा जो युद्ध है वो भौतिक नहीं है। അപ്പോൾ നമുക്ക് ആത്മീയമായിരിക്കുന്ന ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. इसलिए जो आत्मिक हथियार है वो हमारे पास होना चाहिए। അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആത്മീയ ആയുധമാണ്. इसका मतलब है कि जो उपवास है वो एक आत्मिक हथियार है। അപ്പൊ നമ്മൾ പലപ്പോഴും പലരും ഉപവസിക്കുന്നത് നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. हम लोग से कई लोग जो है वो अपने आवश्यकताओं के लिए उपवास करते എന്നാൽ हैं, വചനപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ लेकिन वचन के अनुसार जब हम मनन करते हैं, ആത്മാവിൽ ശക്തിപ്പെടുവാൻ നമ്മൾ ഉപവസിക്കണം. आत्मिक रूप से शक्ति प्राप्त करने के लिए भी हमें उपवास करना है। ആ ആത്മാവിൽ നമ്മൾ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വാസവും ദൈവശക്തിയും വർദ്ധിക്കുവാനിടയെത്തീരും. जब हम आत्मिक रूप से उपवास के साथ प्रार्थना करते हैं तो कई प्रकार की परमेश्वर शक्तियों से हम भर जाते എന്റെ പ്രാർത്ഥന ഒരു ആയുധമാണ്. हैं। इसका मतलब प्रार्थना भी एक आत्मिक हथियार है।
അത് നമുക്ക് പഴയ നിയമത്തിൽ പലയിടത്തും കാണുവാൻ കഴിയും. उसके बारे में पुराने नियम में हम कई जगह पढ़ सकते हैं. ദാനിയേൽ ഒരു പ്രാർത്ഥനാവീരനായിരുന്നു. दानियल जो है प्रार्थना करने वाला वीर കഴിഞ്ഞ था. വെള്ളിയാഴ്ച ഞാൻ ഇതിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചതാണ്. पिछले शुक्रवार को इसके बारे में यहाँ पर बताया था. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ആയുധമാണ്. मतलब जो प्रार्थना है वो एक आत्मिक हथियार है. അപ്പോൾ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുഴിയിലിട്ടു. जब दानियल को पकड़कर सिंह की गुफा में डाल दिया. ദാനിയേൽ ആരാണ്? അവൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ്. दानियल कौन है? दानियल एक प्रार्थना करने वाला मनुष्य था. പ്രാർത്ഥിക്കുന്നതിന്റെ അകത്ത് വിശ്വാസമുണ്ട്. जो प्रार्थना करता है वो दानियल, उसके अंदर विश्वास है. ആ പഴയ നിയമത്തിൽ കാണുന്ന ദൂതൻ വന്ന് സിംഹത്തിന്റെ വായടച്ചെന്ന. जो पुराने नियम वहां पर लिखा है कि दूत ने आकर उस जो सिंह का मुंह उसको बंद എന്നാൽ किया. പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 11-ാം അധ്യായം പഠിക്കുമ്പോൾ जब नए नियम में जो इब्रानियों की किताब 11वीं आयत पढ़ते हैं, വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. वहां पर लिखा है कि विश्वास के द्वारा सिंह का जो मुंह बंद किया गया. ഞാൻ പറഞ്ഞു ഉപവാസം ഒരു ആയുധമാണ്. जो मैंने बताया जो विश्वास जो उपवास. उपवास जो है एक हथियार है. അത് എസ്തേറിന്റെ പുസ്തകത്തിൽ നന്നായിട്ട് കാണുവാൻ കഴിയും. एस्तेर की किताब में जो क्लियर वहां पर लिखा हुआ है. ഹാമാൻ ദൈവജനത്തെ കൊന്നുമുടിക്കുവാൻ हामान जो है वो परमेश्वर के लोग को मारने के बाद അവൻ പല തന്ത്രങ്ങൾ മെനയുവാനിടയായി തീർന്നു. कई प्रकार की बातें वो करता था. എന്നാൽ ദൈവജനം എന്താണ് ചെയ്തത്? लेकिन परमेश्वर के लोगों ने क्या किया? മോർദെഖായി എസ്തേറൊക്കെ എന്താണ് ചെയ്തത്? मोर्देकाई और एस्तेर ने क्या किया? അവർക്കെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ जब उन्होंने पता लगाया कि उनके अगेंस्ट जो बातें लिखी हुई है, അവർ ദൈവസന്നിധിയിൽ ഉപവാസം പ്രസിദ്ധമാക്കി. उन्होंने प्रभु के सम्मुख उपवास किया. അവരെല്ലാവരും ദൈവസന്നിധിയിൽ ഉപവസിച്ചു. वो लोग सभी प्रभु के सामने उपवास के साथ बैठ അവിടെ गए. എന്താണ് നടന്നതെന്ന് നമുക്കറിയാം. वहां पर क्या हुआ हम सब जानते हैं. ഉപവാസത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ उपवास की जब शक्ति वहां पर दिखी, അതേ ഹാമാന്റെ തന്ത്രങ്ങളെല്ലാം നിലം പരിചയാകുവാനിടയായി തീർന്നു. हामान ने जो बातें उनके अगेंस्ट करी थी वो सब खत्म हो അവിടെ गई. ദൈവജനത്തിന് വലിയ ഒരു വിടുതൽ സന്തോഷം ദൈവം നൽകി കൊടുക്കുവാനിടയായി തീർന്നു. वहां पर परमेश्वर ने अपने लोगों के लिए बहुत बड़ा छुटकारा दिया. പ്രാർത്ഥന നമ്മുടെ ഒരു ആയുധമാണ്. जो प्रार्थना है वो हमारे हथियार है. ആ ഏലിയാവ് ഒരു പ്രാർത്ഥനാ വീരനാണ്. एलिया जो ये प्रार्थना करने वाला वीर था. ആഹാബിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്നിട്ട് താൻ പറയുന്നത്, आहब के बंगले में जाकर वो कहता ഞാൻ है, പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. वहां पर वो कहता है कि जब तक प्रभु यीशु मसीह की इच्छा, प्रभु परमेश्वर की इच्छा नहीं हुई, तब तक इस साल कोई भी पानी नहीं गिरेगा. ആ ഏലിയാവിനെ പോലെ നമ്മൾ പ്രാർത്ഥനാ വീരന്മാരായിരിക്കണം. एलिया के सामने हमें भी प्रार्थना का वीर बनना है. ദാനിയേലിനെ പോലെ പ്രാർത്ഥനാ വീരന്മാരായിരിക്കണം. दानियल के सामने हमें भी प्रार्थना करने वाला वीर बनना പുതിയ है. നിയമത്തിൽ നമ്മുടെ യേശുക്രിസ്തു പോലും വളരെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. नए नियम में भी लिखा है कि प्रभु यीशु मसीह भी प्रार्थना करने वाले वीर थे. ആ യേശു പ്രാർത്ഥിക്കുവാൻ യേശുവിന് ആവശ്യമെങ്കിൽ നമുക്ക് എത്ര അധികമായി ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. जितना दिन प्रभु परमेश्वर ने हमें इस दुनिया में दिया, हमें प्रार्थना करना है. ആരാധന നമ്മുടെ ഒരു ആയുധമാണ്. आराधना हमारे हथियार है. ഇതാണ് യഹോശാഫാത്ത് ഇവിടെ ചെയ്തത്. वही बात यहोशापात ने इसमें किया है. ആ യഹോശാഫാത്ത് എന്താണ് ചെയ്തത്? यहोशापात ने क्या किया? ആ ജനത്തോട് ആലോചിച്ചിട്ട് लोगों से विचार करने के पश्चात അവൻ ഒരു വിശുദ്ധ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് एक विशुद्ध वस्त्र धारण करने के पश्चात 20 തൊട്ടുള്ള വാക്യങ്ങളെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. 20वां ऐसा नीचे के ऊपर तो लिखा हुआ है, അവർ യഹോവയെ സ്തുതിപ്പാനും അവന്റെ ദയ നല്ലതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയെ സംഗീതക്കാരെ നിയമിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. वहाँ पर लिखा है, वहाँ पर लिखा हुआ है, यरूशलेम के निवासियों मेरी सुनो, अपने परमेश्वर यहोवा पर विश्वास रखो, तब तुम स्थिर रहोगे, ऐसा लिखा हुआ है. അവർ 22 കാണുന്നു, അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ उसके 22वां अध्याय लिखा है कि जब गाकर स्तुति करने लगे, അവിടെ യഹോവയുടെ കൈ എഴുന്നേറ്റ് വന്ന് അവന്റെ ശത്രുക്കളെ തകർത്ത് കളയുവാനിടയായി തീർന്നു. वहाँ पर लिखा है कि तब यहोवा का जो हाथ आकर शत्रु लोगों को परमेश्वर ने नाश किया. അപ്പോൾ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഒരു ആയുധമാണ്. इसका मतलब ये है कि जो आराधना है वो हमारे जीवन में एक हथियार അപ്പോൾ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വരുവാനിടയായി തീരും. इसलिए जब प्रभु की स्तुति करते तो प्रभु यीशु मसीह की आत्मा शक्ति हमारे ऊपर അതുകൊണ്ട് आएगी. യേശുക്രിസ്തുവാണ് യാഗപീഠത്തിന്റെ മേൽ സ്തുതി സ്തോത്രങ്ങളാണ് ആരാധന നാം നിരന്തരമായി അർപ്പിച്ചുകൊണ്ടിരിക്കണം. इसलिए प्रभु यीशु मसीह के रूपी जो जो बलि देने वाला स्थान है, वहां पर हम हमेशा बलिदान दें. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1 തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ और रोमियो किताब 12वां अध्याय पहला ऐसे नीचे को पढ़ेंगे, നാം തന്നെ ഒരു യാഗവസ്തുവാണ്. हम स्वयं एक याग देने वाली वस्तु है. അവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. वहां पर लिखा है जो हमारा शरीर है उसको एक विशुद्ध रूपी
बलि के रूप में चढ़ाना है। ആ നമ്മുടെ ജീവിതത്തിൽ യാതൊരു അശുദ്ധിയും കാണാൻ പാടില്ല. हमारे जीवन में किसी प्रकार की अशुद्धि नहीं होनी പഴയ चाहिए। നിയമപ്രകാരം ഒരു യാഗവസ്തുവിനെ മൃഗത്തെ കൊന്നിട്ട് യാതൊരു കുറവും കാണാൻ പാടില്ല. पुराने नियम के हिसाब से बलि देने वाले कोई जानवरों में किसी प्रकार की कोई कमी नहीं होना चाहिए। അപ്പോൾ വളരെ വിശുദ്ധമുള്ളതിനെ ദൈവത്തിന് ആരാധന അർപ്പിക്കാവൂ. बहुत ही ज्यादा विशुद्ध चीज को ही हम प्रभु के लिए बलिदान चढ़ाते हैं। റോമർ 12:1 വ്യക്തമായിട്ട് പൗലോസ് എഴുതിയിട്ടുണ്ട്. रोमर 12 का पहला अध्याय में पौलुस ने സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, वहाँ पर लिखा है कि परमेश्वर को लोगों मैं आपको बताता हूँ, നിങ്ങളുടെ ശരീരങ്ങളെ तुम्हारी जो शरीर है ജീവന് വിശുദ്ധിയുള്ള ആരാധനയായി ദൈവത്തിന് സമർപ്പിപ്പീൻ. जीवन रूपी विशुद्धि एक वस्तु के समान अपने आप को बलिदान चढ़ाओ। അപ്പോൾ നമ്മുടെ ഓരോ ശരീരത്തിന്റെ അവയവങ്ങളും വിശുദ്ധമുള്ളതായിരിക്കണം. इसका मतलब कि हमारा शरीर के एक एक अंग जो है वो एकदम शुद्ध रूप होना നമ്മുടെ चाहिए। കൈകൾ ദൈവസന്നിധിയിൽ വിശുദ്ധമുള്ളതായിരിക്കണം. हमारे हाथ प्रभु के सामने शुद्ध होना എന്ന് चाहिए। പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും വിശുദ്ധമുള്ളതായിരിക്കണം. इसका मतलब कि हमारी एक ही जो प्रवृत्ति है वो सभी विशुद्ध होना നമ്മുടെ चाहिए। കാലുകൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. हमारे जो पैर है वो प्रभु के सामने विशुद्ध എന്ന് होना പറഞ്ഞാൽ चाहिए। നമ്മുടെ നടപ്പ് ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. इसका मतलब जो हमारा चाल चलन है प्रभु के सामने शुद्ध होना നമ്മുടെ चाहिए। ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. हमारा जो हृदय है प्रभु के सामने शुद्ध होना चाहिए। എന്ന് പറയും നമ്മുടെ ഹൃദയങ്ങളുടെ ചിന്തകളും വിചാരങ്ങളും എല്ലാം ദൈവവചനത്തിന് അനുസരണമായിരിക്കണം. इसका मतलब हमारे हृदय की जो चिंता है वो सब प्रभु यीशु मसीह के अनुसार शुद्ध होना അപ്പോൾ ഒരു चाहिए। ദൈവത്തിൽ വിശുദ്ധിയോടുകൂടെ മാത്രമേ വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ. इसी कारण हमें विशुद्धता के साथ ही हम विशुद्ध प्रभु यीशु मसीह की आराधना कर सकते हैं। അങ്ങനെയുള്ളവരുടെ ആരാധനയെ ദൈവം സ്വീകരിക്കത്തുള്ളൂ. ऐसे लोगों की आराधना ही प्रभु यीशु मसीह स्वीकार करते हैं। അതുകൊണ്ട് വിശുദ്ധരായ ദിവസങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. इसलिए विशुद्ध रूपी हम अपने आप को प्रभु यीशु मसीह के അപ്പോൾ समक्ष പുതിയ होकर प्रभु की आराधना करें। വിശ്വാസികൾ അർപ്പിക്കേണ്ട രണ്ട് യാഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. नए नियम में प्रभु यीशु मसीह को चढ़ाने वाले दो बलिदान के बारे में आपको बताया। ഒന്ന് നാം തന്നെ ഒരു യാഗമാണ്. पहला है कि हम स्वयं ही प्रभु നാം यीशु നമ്മെ मसीह തന്നെ ക്രിസ്തുവാകുന്ന യാഗപീഠത്തിലേക്ക് വെച്ചു കൊടുക്കാം. हमें उस प्रभु यीशु मसीह रूपी बलिदान देने वाली जगह पर अपने आप को രണ്ട് बलिदान करें। സ്തുതി സ്തോത്രങ്ങളാകുന്ന ആരാധന ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കണം. दूसरा स्तुति और धन्यवाद रूपी बलिदान हमें प्रभु के सामने ഈ चढ़ाना। ആരാധന എന്ന് പറയുന്നത് നമ്മുടെ നിത്യതയിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചേ പറ്റത്തുള്ളൂ. आराधना मतलब है कि हमेशा नित्यता के साथ हमें प्रभु की आराधना करना है। വെളിപ്പാട് 22:3 നമ്മൾ വായിക്കുമ്പോൾ प्रकाशित वाक्य 22 का 3 पढ़े तो അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കുമെന്ന് എഴുതിയിരിക്കുകയാണ്. वहाँ पर लिखा है कि उसके दास लोग उसकी आराधना करेंगे। വചനം പഠിക്കും നമ്മൾ വിശ്വാസത്താലാണ് ആരാധിക്കുന്നത്. वचन पढ़ते हैं वहाँ लिखा है कि हम लोग विश्वास के साथ प्रभु की आराधना करेंगे। ആത്മാവിൽ ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. आत्मा के साथ प्रभु यीशु मसीह का मुख देखकर हमें आराधना എന്നാൽ करना है। അക്ഷരമായ ദൈവമുഖം കണ്ട് ഒറിജിനലായി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. लेकिन हम आश्चर्य रूप से प्रभु यीशु मसीह को देखकर उसकी आराधना करने जा ആ रहे हैं। ദിനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുകയാണ്. वो दिन हमारे जीवन में आने वाला നമ്മുടെ है। കർത്താവിന്റെ മുഖം കണ്ട് നമ്മൾ ആരാധിക്കാൻ പോകുകയാണ്. हम अपने प्रभु का मुख देखकर उसकी നമ്മൾ आराधना വായിച്ച करने वाले हैं। വാക്യത്തിലേക്ക് കടന്നു വരാം. आज पढ़े हुए हम आयत की ओर जाएंगे। അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. वहाँ पर हमने इस प्रकार पढ़ा है। ഒന്ന് വായിച്ചോ കണ്ടോ. 5:12 5:10. पहला थिस्सलुनीके 5:10 ആ, वह हमारे लिए इस कारण मरा ആ, कि हम चाहे जागते हो चाहे सोते हो ആ, सब मिलकर उसी के साथ जिए। ഉം, इस कारण एक दूसरे को शांति दो യാ. और एक दूसरे की उन्नति के कारण बनो, निदान तुम ऐसा करते भी हो। ആ, ഇവിടെ 9 തൊട്ട് പഠിക്കുമ്പോൾ यहाँ पर 9 आयत से हम पढ़ेंगे तो 10ന്റെ ആരംഭത്തിൽ ഇങ്ങനെ കാണുന്നു, 10वें की शुरुआत में इस प्रकार ദൈവം നമ്മെ കോപത്തിനല്ല. परमेश्वर हमें क्रोध के लिए नहीं, ആ ഈ ദൈവകോപം എന്താണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിക്കുവാനിടയായി തീർന്നു. परमेश्वर क्रोध का इसके बारे में आपको मैंने पिछले हफ्ते बताया ആ था। കോപ ദിവസം വരാൻ പോകുകയാണ്. क्रोध का दिन जो दिन है वो आने वाला है। അപ്പോൾ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവ കോപം നമ്മിൽ വെളിപ്പെടുത്തുവാനല്ല. परमेश्वर जो हमें चुना है वो परमेश्वर क्रोध हमारे ऊपर दिखाने के लिए नहीं, ആ കോപ ദിവസത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിക്കുവാനിടയായി തീർന്നു. क्रोध के दिवस के बारे में मैंने पिछले हफ्ते बताया था। യശയാപ്രവചനം 13-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. एशिया की किताब 13वें आयत में लिखा हुआ है। യോസ്കേൽ പ്രവചനം 7:9 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. यहेजकेल की किताब 7वें अध्याय 9वें आयत में लिखा हुआ है। യശയാവ് 2:19 എഴുതിയിട്ടുണ്ട്. एशिया की किताब 2:19 2:19 में लिखा है। വെളിപ്പാട് 5:6 എഴുതിയിട്ടുണ്ട്. प्रकाशित वाक्य 5:6 में लिखा हुआ ഇവിടെ है। എല്ലാം ദൈവത്തിന്റെ കോപ ദിവസത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. यहाँ पर सब परमेश्वर का आने वाले कोप के दिनों को बताया है। ആയിരിക്കുന്നിടത്ത് വീട്ടിൽ വായിക്കുക. घर पर बैठकर आप लोग उसको मनन करें। ആ 5:1 തൊട്ട് വായിക്കുമ്പോൾ ആ കോപ ദിവസം
ദിവസം എത്രയും പെട്ടെന്ന് കടന്നു വരാൻ പോവുകയാണ്. पहला थिस्सलुनीके 5वां अध्याय पहले आयत से नीचे को पढ़े तो वहाँ लिखा है कोप का दिन आने वाला। നിശ്ചയിക്കാത്ത നേരത്താണ് കോപ ദിവസം കടന്നു വരുന്നത്. वहाँ पर लिखा है कि जब हम लोग नहीं सोचते ऐसे समय कोप का दिन आएगा। അവിടെ എഴുതിയിരിക്കുന്നത് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ആ ദിവസം വരുന്നെന്നാണ്. वहाँ पर लिखा है जिस प्रकार गर्भवती को पीड़ा होती है उस प्रकार परमेश्वर क्रोध आएगा। എന്നാൽ ദൈവമക്കളെ ദൈവജനം ഈ കോപ ദിവസത്തിൽ അകപ്പെടത്തില്ല. लेकिन परमेश्वर को लोग कभी भी क्रोध का सामना नहीं करेंगे। അത് 1 തെസ്സലോനി 1:10 എഴുതിയിട്ടുണ്ട്. उसके बारे में पहला थिस्सलुनीके पहला का 10वां अध्याय लिखा हुआ है। വരാൻ പോകുന്ന കോപത്തിൽ നമ്മെ രക്ഷിക്കുവാൻ നിന്നവനാണ് നമ്മുടെ യേശു. वहाँ पर लिखा हुआ है कि आने वाले जो क्रोध है उससे छुड़ाने वाला है हमारा प्रभु यीशु। അപ്പോൾ ഈ ക്രോധ ദിവസം വരുന്നതിന് മുമ്പേ इसलिए जो क्रोध का दिन है आने से पहले ദൈവസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാൻ പോകുകയാണ്. जो परमेश्वर की सभा है वो इस भूमि से अलग की जाएगी। ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ जब परमेश्वर का वचन हम पढ़ते ഈ हैं, കോപ ദിവസം എന്ന് പറയുന്നത് പീഡനകാലമാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുവാനിടയായി തീർന്നു. पिछले हफ्ते मैंने बताया था कि जो कोप का दिन इसका मतलब है कि हमारे जीवन में आने वाली पीड़ाओं के बारे में। യഥാർത്ഥ കോപ ദിവസം എന്ന് പറയുന്നത് जो यथार्थ क्रोध का दिन है, പീഡനകാലത്തിന്റെ അവസാനം 3.5 വർഷമാണ്. जो पीड़ा के दिन है उसके आखिरी के 3.5 साल है। അന്നാണ് ദൈവത്തിന്റെ കോപം ഭൂമിയിൽ ചൊരിയപ്പെടുന്നത്. उसी समय जो परमेश्वर क्रोध है इस दुनिया पर आएगा। എന്നാൽ ദൈവമക്കളാകുന്ന നമ്മൾ ഈ കോപ ദിവസത്തിൽ അകപ്പെടുകയല്ല, നമ്മുടെ കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. लेकिन हम लोग जो परमेश्वर के लोग हैं वो हमारे सामने उस क्रोध का हम सामना नहीं करेंगे, हम लोग प्रभु यीशु मसीह के साथ रहेंगे। നമ്മുടെ കർത്താവിനോട് ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ 10ാമത്തെ വാക്യം തന്നോടുകൂടെ ജീവിക്കേണ്ടതിനാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. यहाँ पर लिखा हुआ है कि परमेश्वर के साथ हम लोग रहने के लिए प्रभु यीशु मसीह मरा। നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ ജീവിക്കാൻ പോകുകയാണ്. हम लोग हमारे प्रभु यीशु मसीह के साथ हम लोग ഇതാണ് ഒരു വിശ്വാസിയുടെ പ്രത്യാശ എന്ന് പറയുന്നത്. यही है विश्वासी की जो इच्छा, ഞാൻ എൻ്റെ കർത്താവിനോടുകൂടെ വാഴുവാൻ പോകുകയാണ്. कि मैं अपने प्रभु यीशु मसीह के साथ रहने जा रहा हूँ। നിത്യം എൻ്റെ കർത്താവിനോടുകൂടെ വസിക്കാൻ പോകുകയാണ്. मैं अपने प्रभु यीशु मसीह के साथ रहने जा रहा हूँ। ഞാൻ എൻ്റെ കർത്താവിന്റെ മുഖം കണ്ടവനെ ആരാധിക്കാൻ मैं പോകുകയാണ്. अपने प्रभु यीशु मसीह का मुख देखकर उसकी आराधना करने जा യേശു रहा हूँ। പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുകയാണ്. प्रभु यीशु मसीह ने कहा कि मैं तुम्हारे लिए स्थान तैयार करने जा रहा യോഹന്നാൻ 14:2 നമുക്ക് കാണുവാൻ കഴിയും. हूँ। यूहन्ना की किताब 14वां अध्याय उसका 2रा आयत में लिखा है, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയ പിന്നെയും നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. मैं जाकर तुम्हारे लिए स्थान करने के पश्चात फिर आकर तुम्हें अपने साथ ले जाऊंगा। ദൈവമക്കളെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന് നമ്മെ ചേർക്കാൻ പോകുകയാണ്. परमेश्वर के लोगों प्रभु यीशु मसीह इस दुनिया पर आकर हमें ले നമ്മൾ जाने वाला है। 1000 വർഷം കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. हम 1000 साल प्रभु यीशु मसीह के साथ वास ഈ करेंगे। ഭൂമിയിൽ തന്നെ 1000 വർഷം വാഴാൻ പോകുകയാണ്. इस भूमि पर ही हम 1000 साल प्रभु के साथ रहने അത് वाले हैं। കഴിഞ്ഞ് പുതുവാന ഭൂമിയിലും കർത്താവിനോടുകൂടെ നമ്മൾ ഇവിടെ വാഴാൻ പോകുകയാണ്. उसके पश्चात नए भूमि पर भी हम प्रभु यीशु मसीह के साथ रहने वाले हैं। അത് കഴിഞ്ഞ് നിത്യതയിൽ നമ്മൾ കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. इसलिए नित्यता के साथ हम प्रभु यीशु मसीह के साथ रहने वाले हैं। എന്നും എന്നേക്കും നാം നമ്മുടെ കർത്താവിനോടുകൂടെ ജീവിക്കാൻ പോകുകയാണ്. हम हमेशा के लिए प्रभु यीशु मसीह के साथ रहने वाले हैं। ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വീണ്ടും പറയട്ടെ, ഈ മഹാഭാഗ്യകരമായ അവസ്ഥ കൈവിടപ്പെടരുത് നിങ്ങൾ. फिर से मैं एक बार ये कहना चाहता हूँ कि जो क्रोध के दिन में हम ना जाएं। ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മൾ ഉറങ്ങിയോടിരുന്നാലും അവനോടുകൂടെ വാഴുമെന്നാണ് എഴുതിയിരിക്കുന്നത്. यहाँ पर लिखा हुआ है कि यदि हम जागे हो चाहे सोते हो लेकिन फिर भी हम प्रभु यीशु मसीह के साथ എന്താണ് ആ जिएंगे। വാക്കിന്റെ അർത്ഥം? इस वाक्य का अर्थ ആ क्या है? വാക്യത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്, इस वाक्य का अर्थ इस प्रकार है, നമ്മൾ മരിച്ചു പോയാലും ജീവനോടിരുന്നാലും इसका वाक्य का अर्थ है कि हम मर जाएं चाहे जीवित रहें। എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയാലും यदि प्रभु यीशु मसीह के आगमन से पहले यदि हम मर भी जाएं, കർത്താവ് വരുമ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. लेकिन प्रभु यीशु मसीह आएंगे तब हम जी उठेंगे। യശയാപ്രവചനം പഠിക്കുമ്പോൾ एशिया की किताब हम पढ़ेंगे, വിശുദ്ധന്മാരുടെ ശരീരത്തെ പിടിച്ചു വെക്കുവാൻ ഭൂമിക്ക് കഴിയത്തില്ല. शुद्ध लोगों को पकड़ कर रखना इस भूमि के बस की बात नहीं। യശയാവ് 26:19 നിങ്ങൾ വീട്ടിൽ എടുത്ത് വായിക്കുക. एशिया की किताब 26वां अध्याय उसका 19वां അവിടെ आयत को घर पर എഴുതിയിരിക്കുന്നു, पढ़ें। എന്റെ ശവങ്ങൾ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. और वहाँ पर लिखा है जो मेरे शव जो मर गए मेरे विशुद्ध लोग जो है वो जी उठेंगे। അങ്ങനെ നാം എന്നും എന്നേക്കും കർത്താവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. इसका मतलब है कि हम हमेशा के लिए प्रभु यीशु मसीह के साथ रहने वाले हैं। ഞാൻ പറഞ്ഞു ഈ ഭൂമിയിൽ 7 വർഷം പീഡനകാലമാണ് സഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ. मैंने यहाँ बताया कि जब सभा इस दुनिया से हट जाएगा तब इस दुनिया में 7 साल है जो पीड़न അപ്പോൾ ഈ 7 വർഷം നമ്മൾ സ്വർഗത്തിലാണ്. इसका मतलब हमें 7 साल जो है वो हम स्वर्ग में हैं। അപ്പോൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ
സ്വർഗത്തിൽ നടക്കുകയാണ്. जब हम स्वर्ग में रहते हैं तब हम शुद्ध लोगों का भी कुछ बातें जो स्वर्ग पर होने वाली है. ഭൂമിയിൽ ദൈവകോപം ചൊരിയുമ്പോൾ जब इस दुनिया पर प्रभु का जो क्रोध ആ आएगा, കോപത്തിന് ദൈവം നമ്മെ വിടുവിച്ചു. उस क्रोध से प्रभु ने हमें छुड़ाया. അതാണ് നമ്മൾ വായിച്ച വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത്. वही हमने पढ़ा हुआ वाक्य में देखा. ദൈവം നമ്മെ കോപത്തിനു വേണ്ടി അല്ല തിരഞ്ഞെടുത്തിരിക്കുന്നത്. प्रभु ने हमें इस क्रोध के लिए नहीं चुना. കർത്താവിനോടുകൂടെ വാഴുവാനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. परमेश्वर के साथ रहने के लिए परमेश्वर ने हमें चुना. അപ്പോൾ നാം ദൈവമക്കളോടുള്ള ബന്ധത്തിൽ സ്വർഗ്ഗത്തിൽ ചില കാര്യങ്ങൾ അവിടെ നടക്കാൻ പോകുകയാണ്. इसलिए प्रभु के लोगों के संबंध में स्वर्ग पर कुछ बातें होने वाली അപ്പോൾ हैं. നമ്മൾ സ്വർഗ്ഗത്തിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? जब हम स्वर्ग पर है तब हमारे साथ क्या क्या होने वाली है. അതിപ്രധാനമായ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. कुछ बातें मैं बताना चाहता हूँ. ഒന്നേ, നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ ന്യായവിധി അവിടെ ഉണ്ട്. वहाँ पर स्वर्ग में जाएंगे तो कुछ विशुद्ध के संबंध में न्याय होगा. ഇത് ശിക്ഷാവിധിയല്ല. ये शिक्षा एक हमारे लिए शिक्षा नहीं ആ है. ക്രിസ്തേശുള്ള ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് റോമർ 8:1 നമുക്ക് വായിക്കുവാൻ കഴിയും. रोमर किताब 8 अध्याय पहले में लिखा है कि प्रभु के लोगों के लिए कोई शिक्षा नहीं है. ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഫലമായിരിക്കുന്ന മരണമാണ്. जो शिक्षा है वो पाप की जो फल है वो मृत्यु है. അല്ലെങ്കിൽ നരകമാണ് ഒരു മനുഷ്യന്റെ ശിക്ഷ എന്ന് പറയുന്നത്. एक मनुष्य की शिक्षा है वो नरक है. അപ്പോൾ ദൈവജനത്തിന് ശിക്ഷാവിധിയില്ല. मतलब जो परमेश्वर को लेगा उसके लिए कोई शिक्षा നമ്മൾ नहीं है. ആയിരിക്കുന്നിടത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നിത്യമായിരിക്കുന്ന നരകത്തിൽ ദൈവം നമ്മെ വിടുവിച്ചതിനാൽ हाँ, परमेश्वर को धन्यवाद करके परमेश्वर ने उस नरक से हमें എന്നാൽ നമ്മുടെ छुड़ाया. ജീവിതത്തിൽ ഒരു ന്യായവിധിയുണ്ട്. लेकिन हमारे जीवन में एक न्याय है. എല്ലാ വിശുദ്ധന്മാരുടെയും ജീവിതത്തിൽ ഈ ന്യായവിധിയുണ്ട്. हर एक विश्वासी लोगों के जीवन में एक न्याय है. ആ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, मत्ती की किताब में प्रभु ने कहा 12-ാം അധ്യായത്തിൽ 12वें अध्याय में മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കണം. जो जो बातें मनुष्य कहता है वो सबका जो है जवाब प्रभु को देना है. നമ്മുടെ 2 കൊരിന്ത്യർ 5:10 പഠിക്കുമ്പോൾ दूसरा कुरिन्थियों 5वां अध्याय उसके 10वां നമ്മൾ है. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും हमने जब शरीर में थे समय जो भी हमने अच्छी या बुरी बातें करी അതിന് है, തക്കവണ്ണം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. उसके अनुसार हमें प्राप्त करने के लिए प्रभु के सामने हमें खड़े നമ്മുടെ रहना है. എല്ലാ പ്രവർത്തികൾക്കും हमने जो कार्य प्रवृत्ति നമ്മുടെ की എല്ലാ है, വിചാരങ്ങൾക്കും ആലോചനകൾക്കും हमने जो जो कार्य किए हैं, നമ്മൾ സംസാരിച്ച എല്ലാ വാക്കിനും നമ്മൾ ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. हमने जो जो बातें करी है उन सबका हमें प्रभु के सामने लेखा देना ആ है. നമ്മുടെ എല്ലാ വാക്കുകളും സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. हमारी हर एक बातें स्वर्ग पर लिखी गई है. ആ മലാക്കി വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. मलाकी व्यक्ति रूप से वो कहता യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. है. प्रभु के भक्त लोगों ने आपस में बात किया है और प्रभु ने उसको कान लगा सुना है. അതൊരു ഓർമ്മയുടെ പുസ്തകത്തിൽ ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്. रोमियो किताब में प्रभु ने वो लिख के रखा हुआ है. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ചെയ്ത സകല പ്രവർത്തികൾക്കും ആ ദൈവിക ന്യായവിധിയുണ്ട്. इसका मतलब है कि हमने जो जो कार्य भूमि पर रहते हैं कि वो सबका न्याय है. എല്ലാ വാക്കുകൾക്കും സംസാരങ്ങൾക്കും ദൈവസന്നിധിയിൽ ന്യായവിധിയുണ്ട്. हर एक बात का जो हमने किया है उसका न्याय है. ന്യായവിധി കഴിഞ്ഞിട്ട് അടുത്ത പ്രതിഫലങ്ങൾ ദൈവം വിശുദ്ധന്മാർക്ക് കൊടുക്കും. ये न्याय होने के पश्चात उसका प्रतिफल जो है परमेश्वर अपने लोगों को देगा. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, प्रभु यीशु मसीह जब दुनिया पर थे तब कहा था, എന്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട്. जब प्रभु यीशु मसीह दुनिया पर थे तब उन्होंने कहा था कि मेरे नाम के निमित्त यदि एक ഗ്ലാസ് पानी भी आपने दिया तो उसका भी आपको फल मिलेगा. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. इसका मतलब है कि प्रभु यीशु मसीह की जो जो बातें हमने इस दुनिया पर करी है उसका നമ്മൾ प्रतिफल है. ചെയ്യുന്ന ഈ പ്രവർത്തിക്കും ദൈവസന്നിധിയിൽ പ്രതിഫലമുണ്ട്. हम जो जो काम यहाँ प्रभु के लिए करते हैं उसका भी प्रतिफल उस स्वर्ग में ആ है. പ്രതിഫലങ്ങൾ കിരീടങ്ങളായിട്ടാണ് വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നത്. उस प्रतिफल जो मुकुट के रूप में प्रभु हमें देता है. അപ്പോൾ ഒന്ന് ന്യായവിധിയുണ്ട്, पहला है कि न्याय हमारे लिए है. രണ്ട് പ്രതിഫലങ്ങളുണ്ട്. दूसरा उसका प्रतिफल भी അത് है. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയും. प्रकाशित वाक्य में वहाँ व्यक्ति रूप से लिखा हुआ വെളിപ്പാട് 22:12 എഴുതിയിട്ടുണ്ട്. है. प्रकाशित वाक्य 22 का 12 में लिखा हुआ നമ്മുടെ കർത്താവ് പ്രതിഫലങ്ങൾ തരുവാനായിട്ട് വേഗം വരാൻ പോകുകയാണ്. है. हमारा प्रभु यीशु मसीह उसका प्रतिफल देने के लिए जल्दी ആ आने वाला है. മൂന്നാമതായിട്ട് കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. तीसरी जो लिखा है वहाँ पर लिखा हुआ मेमने का शादी होगा. അത് വെളിപ്പാട് 19:7 എഴുതിയിരിക്കുന്നത്. वो जो प्रकाशित वाक्य 19वें अध्याय में लिखा हुआ है. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ.
मेमने की शादी आप होची തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുകയാണ്. उसका जो दुल्हन है वो खुद तैयार हो चुका है. ആരാണ് ദൈവത്തിന്റെ കാന്ത എന്ന് പറയുന്നത്? कौन प्रभु के दुल्हन है? ഈ കുഞ്ഞാടെന്ന് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് കുഞ്ഞാടായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. जो मेमना है उसको प्रभु यीशु मसीह के रूप में बताया ഈ गया. കുഞ്ഞാടിന്റെ കാന്ത എന്ന് പറയുന്നത് ये जो मेमने की दुल्हन है അത് ദൈവസഭയാണ്, ദൈവ മക്കളാണ്, പുതിയ നിയമ വിശ്വാസികളാണ്. वो प्रभु की सभा या प्रभु के लोग है जो नए नियम में लिखा हुआ है. അപ്പോൾ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ 11 പഠിക്കുമ്പോൾ दूसरा कुरिन्थियों 11वें आयत पढ़े അതിന്റെ तो രണ്ടാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, उसके दूसरे आयत में प्रेरित पौलुस कहता है ക്രിസ്തു എന്ന ഏക പുരുഷന് क्रिस्तु रूपी जो ക്രിസ്തു प्रभु है എന്ന പുരുഷന് നിർമ്മല കന്യകയായിട്ട് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. वहाँ पर लिखा है क्रिस्त रूपी जो मनुष्य है उसको मैं शुद्ध रूपी दुल्हन से അപ്പോൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. इसका मतलब है कि जिन्होंने बपतिस्मा लेकर उद्धार प्राप्त किया वो सभी प्रभु यीशु मसीह के दुल्हन ഒരു हैं. മണവാട്ടി എങ്ങനെയായി ഈ ഭൂമിയിൽ ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ കാണുവാൻ കഴിയും. एक दुल्हन को इस दुनिया पर कैसा रहना है वो उस वचन में അല്ല, लिखा हुआ है. എങ്ങനെയുള്ള മണവാട്ടിയെ ചേർക്കുവാനാണ് യേശു വരുന്നത്? किस प्रकार का दुल्हन को लेने के लिए प्रभु यीशु मसीह दुनिया पर आ रहा എങ്ങനെയുള്ള മണവാട്ടിക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്? है. किस प्रकार का दुल्हन के लिए प्रभु यीशु അത് मसीह मरा. എഫേസ്യ ലേഖനം 5:26 നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുക. एफिसो किताब 5वें अध्याय उसका 26वां आयत घर पर बैठ के आप लोग पढ़ें. യാതൊരു കുറവുമില്ലാത്ത, बिना किसी कमी घटी, യാതൊരു അശുദ്ധിയുമില്ലാത്ത, बिना किसी अशुद्धि के, യാതൊരു പാപങ്ങളുമില്ലാത്ത बिना किसी पाप के വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കാന്തയാണ് കർത്താവിന് ആവശ്യമുള്ളത്. शुद्धता के साथ रहने वाले दुल्हन को प्रभु यीशु मसीह लेने के लिए आ रहा है. അപ്പോൾ ഞാനും നിങ്ങളും കർത്താവിന്റെ മണവാട്ടിയാണ്. इसका मतलब आप और मैं जो है प्रभु यीशु मसीह के दुल्हन है. നമ്മുടെ വിവാഹം നടക്കാൻ പോകുകയാണ്. हमारी शादी होने वाली है. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. यही सबसे बड़ी हमारी आशा है. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ട് ഞാനും നിങ്ങൾ മാറ്റപ്പെടാൻ പോകുകയാണ്. मैं और आप प्रभु यीशु मसीह के दुल्हन के रूप में बदलने वाले അത് हैं. സ്വർഗ്ഗത്തിൽ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് നടക്കുന്ന കാര്യമാണ്. ये जो शादी है पिता स्वर्ग पर रहने वाले पिता परमेश्वर के सम्मुख होने वाला അപ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം വന്നിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ है. यूहन्ना जब प्रकाशित वाक्य में कहता है कि उस मेमने की शादी ഈ आने वाली है. ഭൂമിയിൽ അവന്റെ കാന്തയായിട്ട് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. जैसे भूमि पर रहने वाले हम लोग को दुल्हन के रूप में चुना है. അതുകൊണ്ട് ബുദ്ധിയുള്ള കന്യകമാരെ പോലെ इसलिए बुद्धि रूपी उस कन्या के നമ്മുടെ समान വിളക്കിൽ എണ്ണ നിറച്ചുകൊണ്ട് हमारे दिए में तेल भरकर മണവാളന്റെ കാഹളനാദത്തിന് വേണ്ടി ആർപ്പ് വിളിക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. उस दुल्हे रूपी मेमने की जो तुरी का शब्द सुनने के लिए तैयार है. യേശു നമ്മെ വേലി കഴിക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. हमारा प्रभु यीशु मसीह आकाश के मध्य पर आने वाला है. മധ്യാകാശത്തിൽ വന്ന് നമ്മയും കൊണ്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറി പോകും. जब आकाश के मध्य में आकर प्रभु यीशु मसीह प्रभु परमेश्वर के सम्मुख हम लोग പിതാവിന്റെ സന്നിധിയിൽ വെച്ച് സഭയെ താൻ വേലി കഴിക്കും. जब पिता के सामने और सभा के सामने प्रभु यीशु मसीह उसका बलि चढ़ाएगा. ആ വചനം ചിന്തിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വിവാഹ സദ്യയുമുണ്ട് സ്വർഗത്തിൽ. वचन पढ़ते तो വിവാഹ സദ്യ, വിവാഹ പാർട്ടി. मतलब जो शादी के लिए जो है एक पार्टी की व्यवस्था भी वहाँ पर है. അതിന്റെ ആഴങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. उसकी गहराई की ओर मैं नहीं जाना चाहता. അടുത്തത് വലിയൊരു കാര്യം നടക്കുന്നുണ്ട്. एक बड़ी बात है भी അത് होने നമ്മുടെ वाली है. കർത്താവായ യേശുവിനോടും നമ്മോടും കൂടെ ഉള്ള ഒരു ബന്ധമാണത്. वो हमारे और प्रभु यीशु मसीह के संबंध में है. അത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലാണ് അതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. उसके बारे में दानियल किताब 7वें अध्याय में लिखा है. 7-ന്റെ 14-ാമത്തെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ 7वें अध्याय उसका 14वां आयत യേശു ക്രിസ്തുവിനെ പിതാവായിരിക്കുന്ന ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. वहाँ पर लिखा है कि प्रभु यीशु मसीह को प्रभु परमेश्वर राजा के रूप में अभिषेक നമ്മുടെ करेगा. യേശു രാജാവാണ്. हमारा प्रभु यीशु मसीह അവൻ राजा है. രാജാവായിട്ടാണ് ഭൂമിയിൽ പിറന്നത്. वो राजा के रूप में प्रभु यीशु അവൻ मसीह രാജാക്കന്മാരുടെ രാജാവാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത്. हमारा प्रभु मतलब राजाओं का राजा है. എന്നാൽ രാജഭാരം യേശു ഇതുവരെ ഏറ്റെടുത്തില്ല. लेकिन राजा का जो मुकुट है वो प्रभु यीशु मसीह ने धारण नहीं ആ किया. സ്വർഗത്തിൽ പിതാവാൻ ദൈവം തന്റെ പുത്രനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ എടുത്തത്. स्वर्ग पर पिता परमेश्वर प्रभु यीशु मसीह को राजा के रूप में अभिषेक कर रहा है. അപ്പോൾ നമ്മുടെ യേശു ക്രിസ്തു രാജാവാകുമ്പോൾ जब हमारा प्रभु यीशु मसीह राजा हो ആ जाए, ദൈവസഭ രാജ്ഞിയായിട്ട് മാറ്റപ്പെടുകയാണ്. प्रभु यीशु मसीह की जो सभा है वो रानी के रूप में बदल जाएगा. അന്ന് കർത്താവ് മണവാളനായിരിക്കുമ്പോൾ जब प्रभु यीशु मसीह जब दूल्हा रहेगा, തന്റെ ജനം മണവാട്ടിയാകുകയാണ്. हम लोग जो है वह दुल्हन रहेंगे. എന്നാൽ ആ സ്ഥാനം കഴിഞ്ഞിട്ട്
वो स्थान के पश्चात യേശു രാജാവാകുകയാണ്. प्रभु यीशु मसीह राजा बन അപ്പോൾ जाएंगे, നാം അവന്റെ രാജ്ഞിയായി തീരാൻ പോകുകയാണ്. तब हम लोग उसकी रानियां बन जाएंगे। ദൈവമക്കളെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. प्रभु के लोगों कितनी एक आशीष की अवस्था हमारे जीवन में आने वाली है। അത് നമ്മൾ രാജ്ഞിയും നമ്മുടെ കർത്താവ് രാജാവുമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. फिर हम लोग रानी और प्रभु यीशु मसीह राजा बनकर इस भूमि पर आने ഈ वाले। പീഡനം അല്ലെങ്കിൽ 7 വർഷത്തിന്റെ അവസാനത്തേക്ക് കടന്നു വരുമ്പോൾ जब इस पीड़ा की अवस्था के आखिरी समय में आएंगे, 1000 വിശുദ്ധന്മാരുമായി അല്ലെങ്കിൽ നാമുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. तब हम लोग हजारों हजारों विश्वासी लोगों के साथ में दुनिया पर उतरने वाले हैं। ആമേൻ. നമ്മൾ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് അന്തിക്രിസ്തുവിനെ കൊന്നുകളഞ്ഞ പിശാചിനെ ആമേൻ മുദ്രയിട്ടിട്ട് हम लोग इस दुनिया पर उतर के आने के पश्चात, शैतान को मारने के पश्चात, യേശുക്രിസ്തു 1000 ആണ്ട് ഭൂമിയിൽ വാഴാൻ പോകുകയാണ്. प्रभु यीशु मसीह हजारों साल इस दुनिया पर അതാണ് നമ്മൾ വായിച്ച തന്നോടുകൂടെ വാഴുവാനാണ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. इसलिए मैंने कहा कि प्रभु यीशु मसीह के साथ रहने के लिए प्रभु ने हमें നമ്മൾ चुना। വായിച്ച വാക്യത്തിൽ മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് हमने जो पढ़ा आज उसका तीसरा जो भाग है उसके बारे में, അവിടെ എഴുതിയിരിക്കുന്ന ക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. कौन सा वाक्य? നമ്മൾ 3-ന്റെ 5-ന്റെ 10-ന്റെ അവസാനത്തെ ഭാഗം ആകയാൽ അല്ല, മരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. यहाँ पर जिस प्रकार लिखा है पहले थिस्सलुनीके 5 के 10वें में कि वह हमारे लिए इस कारण मरा कि हम चाहे जागते हो चाहे सोते हो हमसे मिलकर उसके साथ जिए। നമ്മൾ കർത്താവിന്റെ രക്ഷ പ്രാപിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം इस वाक्य अर्थ है कि हम प्रभु यीशु मसीह के लिए रक्षा या उद्धार प्राप्त ഒന്ന്, करने നമ്മൾ जा रहे हैं। രക്ഷിക്കപ്പെട്ടവരാണ്. हम लोग उद्धार प्राप्त करने, രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. इस वाक्य का अर्थ है कि हम लोग जो पाप से शिक्षा से उद्धार प्राप्त करें। നമ്മൾ രക്ഷിക്കപ്പെട്ട ജനമാണെന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി മാറിപ്പോയ ജനമാണ്. हम लोग उद्धार प्राप्त किए या फिर शिक्षा से बचाए गए लोग। ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, हम लोग एक बार उद्धार प्राप्त ഇന്ന് किए, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. अभी हम उद्धार प्राप्त कर रहे എന്ന് हैं। പറഞ്ഞാൽ പാപത്തിന്റെ ശക്തിയിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. मतलब पाप की जो शक्ति है, उससे हम छुटकारा प्राप्त कर रहे हैं। എന്നാൽ ഇനി നമ്മൾ രക്ഷിക്കപ്പെടാൻ പോകുകയാണ്. हम लोग और अधिक उद्धार प्राप्त करने എന്ന് वाले പറഞ്ഞാൽ പാപം ചെയ്യുവാൻ കഴിയാത്ത ഒരു ശരീരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. हैं। मतलब हमें ऐसा एक शरीर मिलने वाला जिसमें അതാണ് ഇവിടെ पाप नहीं പറഞ്ഞിരിക്കുന്ന कर सकते। വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. यही है हमारे शरीर का उद्धार। അതേ, നാം രക്ഷ പ്രാപിപ്പാൻ പോകുകയാണ്. या फिर हम रक्षा या उद्धार प्राप्त ഇന്ന് करने ഈ जा रहे हैं। ശരീരത്തിൽ പാപം ചെയ്യുവാൻ സാധ്യതയുള്ള ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. अभी हम जिस शरीर में रहते हैं हम पाप करने वाले शरीर में रहते എന്നാൽ हैं। ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയാത്ത, लेकिन एक दिन ऐसा आएगा जब बिना पाप करने वाला, യാതൊരു പാപത്തിനും കടന്നു വരുവാൻ കഴിയാത്ത बिना कोई पाप को ഒരു हमारे शरीर में- ശരീരത്തെ നമ്മൾ പ്രാപിക്കാൻ പോകുകയാണ്. ऐसा शरीर हमें मिलने वाला जो അതാണ് शरीर में पाप नहीं യേശുക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്. करता। वही है प्रभु यीशु मसीह का शरीर। നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോകുകയാണ്. हमारे शरीर का उद्धार प्राप्त होने वाला है। യേശുക്രിസ്തുവിനോട് നമ്മൾ രക്ഷ പ്രാപിക്കാൻ പോകുകയാണ്. यीशु मसीह के साथ हम उद्धार प्राप्त എന്ന് करने वाले हैं। പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിനെ പോലെയായി തീരാൻ പോകുകയാണ്. इसका मतलब है कि हम लोग प्रभु यीशु मसीह के समान होने वाले हैं। യേശുക്രിസ്തുവിനെ പോലെ പിതാവിന്റെ പുത്രന്മാരായി നമ്മൾ മാറ്റപ്പെടാൻ പോകുകയാണ്. प्रभु यीशु मसीह के समान पिता के हम लोग पुत्र होने वाले हैं। ആണ്ട് ഇന്ന് വൽക്കാലം കേട്ട വചനത്തിനു മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്താം. हम आज सुने हुए वचन की और अपने आप को सौंपें। നമ്മൾ വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിച്ചുകൊണ്ട് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. आज पढ़े हुए वाक्य एक बार फिर मैं पढ़कर और बंद करना चाहता 1 हूँ। തെസ്സലോനിക്കർ 5:10 पहला थिस्सलुनीके 5 का 10। ദൈവം നമ്മെ കോപത്തിനല്ല, അയച്ചോ, परमेश्वर हमें क्रोध के लिए नहीं, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും हम चाहे जागते हो चाहे എന്ന് सोते പറഞ്ഞാൽ हो। നമ്മൾ കർത്താവ് വരുന്നതിന് മുമ്പ് മരണപ്പെട്ടാലും നമ്മൾ ജീവനിരുന്നാലും इसका मतलब हम यदि मरे हो चाहे जागते जीवित हो, തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് उसके साथ रहने के लिए നമുക്ക് വേണ്ടി മരിച്ചു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം हमारे लिए मरा उस प्रभु यीशु मसीह के द्वारा രക്ഷ പ്രാപിപ്പാൻ അത്രേ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. उद्धार प्राप्त करने के लिए ही प्रभु ने हमें चुना है। ഈ വചനപ്രകാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचन के अनुसार प्रभु हमें നമ്മുടെ आशीष, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കാൻ പോകുകയാണ്. हमारे शरीर का उद्धार होने നാം वाला है। യേശുവിനോടുകൂടെ വാഴാൻ പോകുകയാണ്. हम प्रभु यीशु मसीह के साथ നാം रहने वाले हैं। യേശുവിന്റെ മുഖം കണ്ട് ആരാധിക്കാൻ പോകുകയാണ്. हम प्रभु यीशु मसीह का मुख देखकर उसकी आराधना करने वाले हैं। നിത്യം നമ്മുടെ കർത്താവിനോടുകൂടെ ജീവിക്കാൻ പോകുകയാണ്. हम हमेशा हमेशा के लिए प्रभु यीशु मसीह के साथ रहने वाले हैं। ഇതെല്ലാം എപ്പോഴാണ് സംഭവിക്കുന്നത്? ये सब बातें कब നമ്മുടെ होंगी? യേശു ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ് സംഭവിക്കുന്നത്. हमारे प्रभु यीशु मसीह के आगमन
आगमन के समय ये നമ്മുടെ बात होगी। ശരീരത്തിന്റെ വീണ്ടെടുപ്പ് എന്നാണ് നടക്കുന്നത്? हमारे शरीर का जो उद्धार वो कब होगा? അതേ അന്ത്യകാഹളം ധ്വനിക്കുമ്പോൾ. जब आखिरी तुरही का शब्द फूंका जाए। 1 വ്യക്തമായി എഴുതിയിട്ടുണ്ട്. पहला कुरिन्थियों पहले का 55 में അന്ത്യമായ അവസാനമായ കാഹളം ധ്വനിക്കുമ്പോൾ जब आखिरी तुरही का शब्द फूंका നമ്മുടെ ഈ जाए, ശരീരത്തിന് മാറ്റം വരികയാണ്. हमारे शरीर में बदलाव आने ഈ वाला है। ശരീരത്തിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 7 വിധ കുറവുകൾ ഈ ശരീരത്തിലുണ്ട്. जिस प्रकार मैंने पिछले हफ्ते बताया कि 7 प्रकार की कमी हमारे എല്ലാ शरीर में है। കുറവുകളും നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറി सभी प्रकार की कमी हमारे शरीर से दूर होगा। യേശു ക്രിസ്തുവിനെ പോലെ നമ്മളായി തീരാൻ പോകുകയാണ്. प्रभु यीशु मसीह के समान हम लोग होने वाले हैं। അതുകൊണ്ട് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. इसलिए हम लोग प्रभु यीशु मसीह के आगमन में നമ്മുടെ तैयार യേശു हैं। വരാറായി. हमारा प्रभु का आगमन യുഗത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ये जो कष्ट है वो कुछ दिक्कत वाली बात അതുകൊണ്ടാണ് नहीं। പൗലോസ് പറഞ്ഞത് इसलिए प्रेरित पौलुस कहता है അല്പനൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം जो कुछ समय के लिए जो कष्ट है ആ നിത്യ അത്യന്തം അനുമതിയായ നിത്യ തേജസ്സിന്റെ കനം നമ്മൾ പ്രാപിക്കും. ദൈവിക തേജസ് നമ്മൾ പ്രാപിക്കാൻ वो പോകുകയാണ്. परमेश्वर का तेजस हम प्राप्त करने वाले हैं। ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. हम अपने आप को प्रभु के सामने ഈ समर्पित വചനങ്ങളാൽ करें। ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. इस वचन के द्वारा प्रभु हमें आशीष दें। പ്രാർത്ഥന.